ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂട്ടാ ക്രീമിൻ്റെ യൂസേജ് ആണ് കേട്ടോ. അത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, വാങ്ങിച്ചവരും വാങ്ങിക്കാത്തവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂസേജ് മാനുവൽ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചിലർക്കെങ്കിലും യൂസേജ് മാനുവൽ കിട്ടിയിട്ടില്ല, ബൾക്കായിട്ട് ഓർഡേഴ്സ് വന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പാക്കേജ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തൊരു ഇന്നർ ലെയർ ഉണ്ടായിരിക്കും കണ്ടോ, സീൽഡ് ആയിരിക്കും. ആ സീല് പൊട്ടിക്കുക. സാധാരണ പോലെ തന്നെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ, അല്ലാതെ ചെയ്യരുത് കേട്ടോ. ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട്, ഇപ്പം നിങ്ങൾ എന്ത് വെച്ചാണോ ഫേസ് വാഷ് ചെയ്യുന്നത് അത് വെച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ അപ്ലൈ ചെയ്യാം. അതായത് ഡേ ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും യൂസ് ചെയ്യാം. നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ഡേ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ വേർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേർപ്പൊക്കെ അടിയുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്തോളൂ എന്ന് പറയുന്നത്. രണ്ടും നല്ലതാണ്, രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണം. അത് ഏത് ക്രീമാണെങ്കിലും. ഗ്ലൂട്ടാത്തിയോൺ പൊതുവേ നമുക്ക് സൈഡ് എഫക്ട്സ് ഇല്ലാത്തതാണ്. എന്നിരുന്നാലും ചിലർക്കെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഇച്ചിനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു 1%, ഇപ്പോൾ ഒരു 99% പറഞ്ഞാൽ പോലും നമ്മളൊരു 1% നമ്മൾ പെൻഡിങ്ങിൽ വയ്ക്കും. അതുപോലെ നമ്മുടെ ഗ്ലൂട്ടാ ക്രീം 90% ഞാൻ ഗ്യാരണ്ടി പറഞ്ഞാലും ഒരു 10% ഞാൻ പെൻഡിങ് വയ്ക്കും. കാര്യം ചിലർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് വന്നേക്കാം, സ്കിന്നിൽ ചെറിയ ചൊറിച്ചിലോ ഇച്ചിനെസ് എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഒന്നുകിൽ നമ്മുടെ ചെവിയുടെ പുറകിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ പോർഷനിൽ കണ്ടോ, ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കാണുന്നുണ്ടല്ലോ, ഇവിടെ അപ്ലൈ ചെയ്യുക. കുറച്ച് സമയം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു ഇച്ചിനെസ്സോ എന്തെങ്കിലും ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അത് ഈ ക്രീമെന്നല്ല, ഏത് ക്രീമും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്കിത് പൊതുവേ എനിക്ക് ക്രീംസ് ഏത് കമ്പനിയുടെ ആണെങ്കിലും എനിക്ക് ഉപയോഗിച്ചാൽ, ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല, ഇപ്പം നമ്മുടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇപ്പോൾ ഒരു 35 ഇയേഴ്സോളം ഞാൻ ക്രീംസ്, 35 ഇല്ല എന്നാലും നമ്മുടെ ഒരു കുഞ്ഞിലെ മുതൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കുഞ്ഞിലെ മീൻസ് ടീനേജ് മുതൽ നമ്മൾ പല ക്രീംസും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോഴൊന്നും പൊതുവേ എനിക്ക് എല്ലാം സ്യൂട്ടബിൾ ആണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്ത് ഞാൻ സ്പ്രെഡ് ചെയ്തു, നിങ്ങൾ സ്പ്രെഡ് ചെയ്യേണ്ട. കുറച്ച് നേരം അങ്ങനെ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. മെയിനായിട്ട് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് ബോഡി ക്രീമാണ്. അപ്പോൾ ബോഡിയിൽ ഫുൾ ബോഡി ബ്രൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ ബോഡിയിൽ പെട്ടതാണ് നമ്മുടെ ഫേസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫേസിലും കൂടിയായിട്ട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫേസ് ക്രീം മാത്രമായിട്ട് ഇവിടെ മഞ്ചിഷ്ട ക്രീമുണ്ട്. അത് ഫേസ് ക്രീം മാത്രമാണ്. അപ്പോൾ അതല്ലാതെ 2 ക്രീം വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടാകാം ചിലപ്പോൾ. അപ്പോൾ ഫേസിലേക്ക് ഒരു ക്രീം, ബോഡിയിലേക്ക് ഒരു ക്രീം അങ്ങനെ വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഒറ്റ ക്രീമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അതായത് അതാകുമ്പോൾ നിങ്ങൾക്ക് ഫേസ് ടു ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിൽ, അതായത് ഫേസ് മുതൽ കാല് വരെ ഒരേ ക്രീം തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഏത് ക്രീമും, എൻ്റെന്നല്ല, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് ക്രീംസും എന്തും നമ്മൾ ഫേസിലിടുന്ന സീറം, ക്രീംസ്, അതുപോലെ തന്നെ സ്ക്രബ്, ഇങ്ങനെ എന്ത് കിട്ടിയാലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 ഓപ്ഷൻസാണ് പറഞ്ഞത്. ഒന്ന് ഇവിടെ ഈ പോർഷൻ, അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ പുറകിൽ. ഇത് രണ്ടുമാണ് നമ്മുടെ ഫേസിലെ സ്കിന്നുമായിട്ട് മാച്ച് ആയിട്ടുള്ളത്. നമ്മുടെ ബോഡി സ്കിന്ന് വേറെ തന്നെയാണ്. ഫേസിലിടുന്ന എല്ലാം തന്നെ ബോഡിയിൽ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യും. ബോഡിയിലിടുന്ന എല്ലാം തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാര്യം ബോഡിയുടെ pH ലെവലും ഫേസിൻ്റെ pH ലെവലും രണ്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്, പാച്ച് ടെസ്റ്റ്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? കുറേ പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്രീം നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം, രാത്രിയിലും രാവിലെയും. ഇനി ഉച്ചയ്ക്ക് കുളി കഴിഞ്ഞാണെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതൊരു ബേസ് ആയിട്ട് ഇടാം. അതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ പോലെ മേക്കപ്പ് ചെയ്യാം. പിന്നെ
മെയിനായിട്ട് നമ്മൾ ഈ മൺസൂണിൽ ഇറക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെയിൽ കൊള്ളാതിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്കിതിന് വെയിൽ കൊള്ളുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ക്രീമൊക്കെ ഇട്ട് വെയിലത്തിറങ്ങി നിന്നിട്ട് ചൊറിച്ചിലുണ്ട് ചേച്ചി എന്ന് പറയരുത്, അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറയുന്നത്. ഏത് ക്രീമും കേട്ടോ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്കിത് കഴുകി കളയേണ്ടതില്ല. ഇതിപ്പോൾ രാത്രിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാവിലെ സാധാരണ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യില്ല, രാവിലെ എണീറ്റ് വന്നിട്ട് എല്ലാവരും ഒന്ന് ഫേസ് വാഷ് ചെയ്യില്ല, അതുപോലെ ഫേസ് വാഷ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും വെച്ച് കഴുകണമെന്നില്ല. ഇനി രാവിലെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എപ്പോഴും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം, അഴുക്കോ പൊടിയോ അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. ഈ രണ്ട് രീതിയിലാണ് ചെയ്യാവുന്നത്. ഇതിന് ഇട്ട് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക അങ്ങനെയല്ല. ഇത് ഫുൾ ഡേ വയ്ക്കാം, അല്ലെങ്കിൽ ഫുൾ നൈറ്റ് വയ്ക്കാം, ഓവർ നൈറ്റ് മീൻസ് അങ്ങനെ വയ്ക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. കുറേ പേര് എന്നോട് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് യൂസേജ് മാനുവൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഷോർട്ടാണ്, അപ്പോൾ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസേജ് മാനുവൽ കുറേ പേർക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ലേബൽസൊക്കെ ഷോർട്ട് ഉണ്ട്. ഇത്രയും ആൾക്കാർക്ക് വേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലേബൽ യൂസേജ് മാനുവലൊക്കെ പലർക്കും കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയക്കുമ്പോൾ വെയിറ്റ് ചെയ്യും. ഇത് പ്രിന്റ് കോപ്പികളൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴും ഇവർ സമ്മതിക്കില്ല. പെട്ടെന്ന് അയക്കുന്ന പറഞ്ഞ് ബഹളം വെച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ യൂസേജ് മാനുവൽ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഒരു നമ്മുടെ നിലവിലുള്ള പ്രോഡക്ട്സിൽ ഏറ്റവും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണിത്. എന്നാലും ഞാൻ ഒരു കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട്, ഒരു 10% ആളുകൾക്ക് വേണ്ടിയിട്ട് ആണ് ഇത് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് ഈ 10% ആളുകൾ മാത്രം ഇത് ടെസ്റ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഞാൻ അത് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് കുറേ സമയം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്ലൈ ചെയ്യണം. എല്ലാവരും ഇതുപോലെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തു, ഇപ്പോൾ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തു. നമുക്ക് ചെറിയ നീറ്റലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ തോന്നുവാണെങ്കിൽ നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. മനസ്സിലായോ? നിങ്ങൾക്കത് സ്യൂട്ടബിൾ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിലും ഞാൻ പറയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. നമുക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് പോർഷനൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇവിടെ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഭാഗമില്ലേ, ഇവിടെ ചെയ്ത് വെക്കുക. ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക കേട്ടോ. അതാണ് പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കില്ലേ, ചില മെഡിസിൻസ്, ചില ഇഞ്ചക്ഷൻസൊക്കെ എടുക്കുമ്പോഴും അവർ ടെസ്റ്റ് ചെയ്യും. നമ്മളെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അലർജി ടെസ്റ്റ് എന്ന് പറയും. അലർജി ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ അവർ ഫുൾ ഡോസ് എടുക്കത്തുള്ളൂ. അത് ചെറുതായിട്ടൊന്ന് സാമ്പിൾ അടിച്ചു വയ്ക്കും. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം നമുക്ക് അരമണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെക്കും. ആ ഭാഗത്ത് ചൊറിഞ്ഞ് തടിക്കുകയോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അവർ ആ ഇഞ്ചക്ഷൻ എടുക്കത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സും. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കും. എന്നിട്ട് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് യൂസ് ചെയ്യാം. എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലത്തെ അലർജികൾ കാണുകയാണെങ്കിൽ, ചൊറിച്ചിൽ അല്ലെങ്കിൽ തടിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീറ്റൽ പോലെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, നിങ്ങളുടെ സ്കിന്നിന് അത് മാച്ച് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തു, ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം. ഫേസിൽ അത് ഉപയോഗിക്കേണ്ട. കാര്യം നിങ്ങളുടെ ബോഡി സ്കിന്നിലെയും ഫേസിലെയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ഗ്ലൂട്ടാ ക്രീം എന്ന് പറയുന്നത് ബോഡി ക്രീമാണ്. അപ്പോൾ അത് 2 ക്രീം വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ മാറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആദ്യം ഫേസിൽ ടച്ച് ചെയ്ത് നോക്കുക. ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് കുഴപ്പമില്ലെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക. ബോഡിയിൽ ടച്ച് ചെയ്ത് നോക്കുക. കുഴപ്പമില്ലെങ്കിൽ ബോഡിയിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ കുഴപ്പമുണ്ട്, ബോഡിയിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യുക. രണ്ടിടത്തും കുഴപ്പമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട. അത് നിങ്ങൾ വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുക. കാര്യം നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ അല്ല. കാര്യം എല്ലാവർക്കും എല്ലാം സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പോൾ 90% ആളുകൾക്കും യാതൊരു പ്രശ്നവും ഇല്ലാത്തതാണ് ഗ്ലൂട്ടാ ക്രീം. എന്നിരുന്നാലും 10%-ന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും യൂസേജ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിത് കുറേ സമയമായി എൻ്റെ വാചകോടി, എന്നാലും ഞാനിതൊന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഒരുവിധ ക്രീംസ് ഒന്നും കുഴപ്പമില്ല.
അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും അതുപോലെയല്ല. ചിലരുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. അവർക്ക് ഇച്ചിരി ചിലപ്പോൾ അവർക്ക് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ട്. ഒരു ചെറിയൊരു സോപ്പിട്ട് ഫേസ് വാഷ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു പൊട്ട് വെച്ചാൽ പോലും, അതായത് നമ്മൾ സ്റ്റിക്കർ ബിന്ദി ഇല്ലേ, സ്റ്റിക്കർ ബിന്ദി വെച്ചാൽ പോലും അലർജി ഉള്ളവരുണ്ട്. മനസ്സിലായോ? എനിക്ക് സ്റ്റിക്കർ ബിന്ദി പറ്റില്ല, ഞാൻ വെക്കാറില്ല. സ്റ്റിക്കർ ബിന്ദി ഞാൻ കുറച്ച് സമയത്തേക്കൊക്കെ വെക്കത്തുള്ളൂ. ചിലപ്പോൾ വല്ലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ വെക്കും എന്നല്ലാതെ ഞാൻ സ്റ്റിക്കർ ബിന്ദി വെക്കാറില്ല പൊതുവേ. നിങ്ങൾക്ക് അറിയാം എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് അലർജിയാണ്. അത് സ്റ്റിക്കർ ബിന്ദി മാത്രം എനിക്ക് അലർജിയാണ്, ബാക്കിയെല്ലാം എനിക്ക് യൂസ് ചെയ്യാം. അതുപോലെയാണ് പലർക്കും പല ടൈപ്സ് അല്ലേ സ്കിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഏത് പ്രോഡക്റ്റും ഇതെന്നല്ല, എൻ്റെന്നല്ല, എല്ലാ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നേരെ കയ്യിൽ കിട്ടുന്ന ഉടനെ തന്നെ എടുത്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അയ്യോ എനിക്കിങ്ങനെ പറ്റിയെന്ന് പറയാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാം നമ്മൾ സൂക്ഷിച്ചും കണ്ടും മാത്രമേ ചെയ്യാവുള്ളൂ. ഇപ്പം നാച്ചുറൽ പ്രോഡക്ട്സ് തന്നെ അലർജി ഉള്ളവരുണ്ട് ഒരുപാട് പേര്. ഇപ്പം അലോവേര അലർജി ഉള്ളവരുണ്ട്, അതുപോലെ നമ്മുടെ എന്താ പറയുക ചെമ്പരത്തി അലർജി ഉള്ളവരുണ്ട്. അങ്ങനെ പല പല പ്രോഡക്ട്സും അലർജി ഉള്ളവരുണ്ട്. നാച്ചുറൽ പ്രോഡക്ട്സിൽ പോലും പലർക്കും സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചിരിക്കുന്നവർ, നമ്മുടെ മെയിനായിട്ട് ഞാനിപ്പോൾ ഗ്ലൂട്ടാ ക്രീമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത്. മഞ്ചിഷ്ടയുടെയൊക്കെ ഒരുപാട് പേർക്ക് അറിയാം. മഞ്ചിഷ്ടയും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. മഞ്ചിഷ്ട ഫേസ് ക്രീമും കിട്ടുമ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പം നമ്മുടെ ഫേസിലെ ക്രീം എന്ന് പറയുന്നത് നമുക്ക് 2 ക്രീംസ് ഉള്ളതൊന്ന് ബോഡി ക്രീം, ഇതും മഞ്ചിഷ്ട ഫേസ് ക്രീമുമാണ് നമ്മുടെ ക്രീംസ് ആയിട്ടുള്ളത്. അപ്പം അത് ഓൾറെഡി മഞ്ചിഷ്ട വർഷങ്ങളായി, അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇതിപ്പം നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ട് പലർക്കും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീണ്ടും അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. ഓഫറുണ്ട്, റണ്ണിങ് ആണ്. 350 റുപ്പീസാണ് ഗ്ലൂട്ടാ ക്രീമിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ കോംബോ പാക്ക് ആയിട്ടും കിട്ടും കേട്ടോ. രണ്ടും ഞാൻ സ്ക്രീനിൽ വെച്ചേക്കാം. ഓക്കെ, ടിൽ ദെൻ ടേക്ക് കെയർ.